രാത്രി 8:30 മുതൽ രാവിലെ 6 മണി വരെ ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സത്യസന്ധമായി നമുക്ക് പറയാൻ കഴിയും, നമ്മൾ എന്താണോ പറഞ്ഞത് അതാണ് ഇപ്പോൾ കര, നാവിക, വ്യോമ, DGMOമാർ പറഞ്ഞിട്ടുള്ളത്. ഒരു ഡൗട്ടും അക്കാര്യത്തിനകത്തില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിരുന്നു. ചില പിഴവുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ പിഴവുകൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ വരികയാണ്. വാർത്തകളുടെ കുത്തൊഴുക്കാണ് ആ സമയം എന്ന് പറയുന്നത്. ഈ ഒരു വാർത്താ ഏജൻസി എന്നുള്ള സമയത്ത്, ഒരു വാർ മുഖത്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് എങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്, അവരെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അവരുടെ ശൈലി എന്ന് പറയുന്നത് അവരുടേതായ ശൈലിയായിരിക്കും. നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെതിരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു കോംപ്രമൈസ് സംവിധാനമില്ല. അതെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്ന ആർമിയാണ്. നമ്മുടെ രാജ്യം പാകിസ്ഥാൻ എടുക്കുന്ന പോലെ നിലപാടാണ് എടുത്തു പോകുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നിലപാടെടുത്ത് അവിടെ പോയി അടിക്കുക, ഇവിടെ പോയി അടിക്കുക, അമേരിക്കയുമായി ചർച്ച ചെയ്യുക, ചൈനയുമായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്താണ് പറയുന്നത്? എല്ലാ കാര്യങ്ങളും സൈന്യത്തെ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സൈന്യം തീരുമാനിക്കാം, ഏത് സമയത്ത് അടിക്കണമെന്ന് തീരുമാനിക്കാം, എങ്ങനെ അടിക്കണമെന്ന് തീരുമാനിക്കാം, എല്ലാ കാര്യങ്ങളും സൈന്യം തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് മാറി നിൽക്കാനുള്ള കാരണം ഇവിടെ ഒരു രാഷ്ട്രീയമായി ഒരു ഇടപെടൽ ഈ സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി നമ്മുടെ സൈന്യം ചെയ്തു എന്നുള്ളതാണ്.